أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نادى ربك موسى أن ائت القوم الظالمين قوم فرعون ألا يتقون قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون قال كلا فاذهبا بآياتنا إنا معكم مستمعون فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1231 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുറായിലെ 10 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نادى ربك موسى أن ائت القوم الظالمين قوم فرعون ألا يتقون قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون قال كلا فاذهبا بآياتنا إنا معكم مستمعون فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل. സൂറത്ത് ശൂറായിലെ 10 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ആയത്തുകളായതുകൊണ്ടാണ് കൂടുതൽ എണ്ണം പരിഗണിക്കേണ്ടി വരുന്നത് ഓരോ ദിവസവും. സൂറത്ത് ശൂറായിലെ അതിന്റെ ആമുഖമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ സങ്കീർണതകൾ നിറഞ്ഞ ആ ഘട്ടത്തില് ചരിത്രത്തിലെ ചില ശ്രദ്ധേയങ്ങളായ സംഭവങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതേപോലെ തന്നെ പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ഈ സൂറത്തിലെ വിവരണങ്ങളിലൂടെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ചരിത്ര സംഭവങ്ങളുടെ വിവരണത്തിന്റെ മുന്നോടിയായിട്ട് അതിനൊരു ആമുഖം എന്നുള്ള നിലക്ക് പൊതുവായ ചില കാര്യങ്ങളാണ് ഈ ചരിത്ര കാണ്ഡങ്ങൾ ഇവിടെ അപഗ്രഥിക്കപ്പെടുന്നതിന് കാരണമായിട്ട് ഉള്ള പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ആദ്യമായിട്ട് ഇവിടെ വിവരിക്കപ്പെടുന്ന
ചരിത്രഭാഗം മൂസ അലൈഹിസ്സലാമും ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കാലം മുന്നേ, 1000-ഓളം വർഷങ്ങൾ അല്ലെങ്കിൽ അതിനോടൊക്കെ അടുക്കുന്നൊരു അത്രയും കാലം മുന്നേ പൗരാണിക ഈജിപ്തില് അരങ്ങേറിയ ചില സംഭവങ്ങളിലേക്കാണ് അള്ളാഹു നമ്മളൊക്കെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ അവസ്ഥകൾ അത് ചരിത്രത്തിൽ വളരെ ഒറ്റപ്പെട്ടതോ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്നതോ ഒന്നുമല്ല. പൂർവിക ഘട്ടങ്ങളിൽ, കാലങ്ങളിൽ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിർവഹിച്ചുകൊണ്ട് പ്രവാചകത്വ ദൗത്യം ഏറ്റെടുത്ത് സമൂഹത്തെ സമീപിച്ചിട്ടുള്ള പ്രവാചകന്മാർക്കൊക്കെയും തന്നെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പരോക്ഷമായിട്ട് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവരണം ഇവിടെ തുടങ്ങുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അത് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ തള്ളിക്കളയുന്നു എന്നതും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ല എന്നതും ഒക്കെ അദ്ദേഹത്തെ സ്വയം നശിപ്പിക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ഫലമാണ് അദ്ദേഹത്തിന്റെ മേൽ അത് ഉളവാക്കുന്നത് എന്നത് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്ന് 3-ാമത്തെ ആയത്തിൽ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഇവരാരും വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നു എന്നതിന്റെ പേരിൽ താങ്കൾ സ്വയം നശിപ്പിക്കുന്നവനായേക്കും എന്നതാണ് അവിടെ പറയുന്ന കാര്യം. ആ വിവരണങ്ങളുടെയൊക്കെ ശേഷം അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക ദൃഷ്ടാന്തങ്ങളാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിക്കുന്ന ദൗത്യം ദൈവികമായി ചുമതലപ്പെടുത്തപ്പെട്ട പ്രവാചകത്വ ദൗത്യമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ആയാത്തുകളാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹു അതിന്റെ വസ്തുത വെളിപ്പെടുത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവര് ആയത്ത് ആവശ്യമുള്ളത് കൊണ്ടൊന്നുമല്ല, അവര് വിശ്വസിക്കാൻ സന്നദ്ധതയില്ലാത്തവരാണ് എന്നതിനാൽ പല കാരണങ്ങളും അവര് ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളാൻ ഏറ്റവും ഫലപ്രദമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ ചുറ്റുപാടുമായിട്ട് തന്നെ അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പിന്നിട്ട ആയത്തുകളിൽ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി പുതിയൊരു ആയത്ത് അവതരിപ്പിക്കപ്പെടേണ്ടതില്ല. ഇനി ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ചില അമാനുഷികമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദൂതൻ ചെയ്തുകൊണ്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാം എന്നതാണ് കരുതുന്നതെങ്കിൽ അത്തരം ദൃഷ്ടാന്തങ്ങളുമായി വന്ന അത്തരം മുഅ്ജിസാത്തുകൾ കാണിച്ച പ്രവാചകന്മാര് ചരിത്രത്തിൽ ഒറ്റപ്പെട്ടല്ല ഉള്ളത്, ധാരാളം ഉണ്ട്. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാം, അദ്ദേഹം കാണിച്ച മുഅ്ജിസാത്തുകള് ആ സമൂഹത്തെ വിശ്വാസികളാക്കി മാറ്റുകയുണ്ടായിട്ടില്ല. ആവശ്യപ്പെട്ടതോ ആവശ്യപ്പെടാത്തതോ ആയ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടപ്പോ അവര് കൂടുതൽ കൂടുതൽ അവിശ്വാസം കാണിക്കുന്നവരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുകയുണ്ടായത് എന്നതാണ്
ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന്റെ താല്പര്യങ്ങളിൽ ഒന്ന് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിന്ന് വായിച്ചു വെച്ച ആയത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വൈദ്നാദ റബ്ബുക മൂസ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന. നിന്റെ നാഥൻ മൂസായെ വിളിച്ച സന്ദർഭം ഓർക്കുക. നബിയോടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരെ അനുസ്മരിപ്പിക്കുക, അവരെ ഓർമ്മിപ്പിക്കുക. നിന്റെ നാഥൻ മൂസായെ വിളിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി എന്നത്, ആ ചരിത്ര സംഭവം അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. വൈദ്നാഥ റബ്ബുക, സ്വയം ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും രണ്ടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തില് ഈ രണ്ട് കാര്യവും സൂചിപ്പിക്കാനുള്ള പദം അതിലില്ല. എന്നാൽ വഇദ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഓർക്കാൻ ആവശ്യപ്പെടുന്നതും ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെയായ സന്ദർഭങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. അപ്പോ വൈദ് നാദ റബ്ബുക മൂസ, മൂസായെ നിന്റെ റബ്ബ് വിളിച്ച ആ സന്ദർഭം ഓർക്കുക, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക. വിളിക്കുക മാത്രമല്ല ചെയ്തത്, വിളിച്ചിട്ട് ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ആ നിർദ്ദേശം തുടർന്ന് പറയുകയാണ്, അനിഇത്തിൽ ഖൗമൽ ളാലിമീൻ, അതിക്രമകാരികളായ ധിക്കാരികളായ ആ സമൂഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന നിർദ്ദേശം നൽകുന്ന വിധത്തിലായിട്ട്, എന്ന നിർദ്ദേശം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ച് ആജ്ഞാപിച്ച കാര്യം അനുസ്മരിക്കുക, ഓർക്കുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഏതാണ് ഈ ജനത എന്ന് തുടർന്നുള്ള ആയത്തില് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്തില് വൈദ്യനാഥ റബ്ബുക, നിന്റെ റബ്ബ് വിളിച്ച ആ ഘട്ടം, ആ സന്ദർഭം ഓർക്കുക, ഓർമ്മിപ്പിക്കുക. ആരെയാണ് വിളിച്ചത്? മൂസ അലൈഹി ഇസ്ലാമിനെയാണ് നിന്റെ റബ്ബ് വിളിച്ചത്. മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ച ആ ഘട്ടം, ചരിത്ര സംഭവം എപ്പോഴാണ് അരങ്ങേറിയത് എന്നത് വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടങ്ങളിലുമായിട്ട് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. സൂറത്ത് ത്വാഹയിലും സൂറത്തുൽ ഖസസിലും ഒക്കെ അത് വരുന്നുണ്ട് വിശദമായിട്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ 10 വർഷത്തെ മദിയനിലെ പ്രവാസം കഴിഞ്ഞ് ഈജിപ്തിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലാണ്, അദ്ദേഹം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് മടങ്ങുന്ന ഘട്ടത്തിലാണ് വഴിയിൽ വെച്ച് ഒരിടത്ത് തീ കാണാനിടയാവുകയും അവിടെ പോയി വല്ല വിധത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഏത് ദിശയിലാണ് എന്നത് മനസ്സിലാക്കി വരട്ടെ, അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയെങ്കിലും എടുത്തു വരട്ടെ, നമുക്ക് തീക്കായാലോ എന്ന നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം ആ തീ കണ്ട ഭാഗത്തേക്ക് പോകുന്നത്. ആ ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തതായും അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യം ഫറോവയുടെയും അയാളെ പിന്തുണക്കുന്ന ആളുകളുടെയും അടുക്കലേക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് കാര്യങ്ങള് അവരോട് പറയുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നതാണ്. ഇക്കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ആ യാത്രക്കിടയിൽ അള്ളാഹു വിളിച്ചു നിർത്തി പറയുകയുണ്ടായത്. ആ കാര്യം വിശുദ്ധ ഖുർആനിൽ വേറെ ഇടങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. വൈദ്നാഥ റബ്ബുക മൂസ, മൂസായെ നിന്റെ റബ്ബ് വിളിച്ച് വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകിയ ആ സന്ദർഭം ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. എന്താണ് ആ നൽകപ്പെട്ട നിർദ്ദേശത്തിന്റെ രത്നച്ചുരുക്കം? അനിഇത്തിൽ ഖൗമൽ ളാലിമീൻ, അതിക്രമകാരികളായ സമൂഹത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലണം. അതാണ് നിർദ്ദേശം. നീ അങ്ങോട്ട് ചെല്ലണം. ളാലിമുകളായ ഒരു സമൂഹം ഭൂമുഖത്ത് കലാപങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. അവരിവിടെ വല്ലാതെ ഭൂമിയെ ആകെ തകിടം മറിക്കുന്ന വിധത്തിൽ ഭൂമിയിൽ പൊളഞ്ഞുകൊണ്ടാണ് കഴിയുന്നത്. അവരുടെ ധിക്കാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ ആയിട്ടാണ് അവര് കഴിഞ്ഞുകൂടുന്നത്.
ആ സമൂഹത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണം. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ച അള്ളാഹു ആവശ്യപ്പെട്ട കാര്യം. ഏതാണ് ഈ ജനത? അക്രമികളായ സമൂഹം. ഖൗമ ഫിറഔന അലാ യത്തഖൂൻ. ഫിറൗന്റെ സമൂഹമാണ് ഫിറൗന്റെ ജനത. ഫിറൗന്റെ ജനത എന്ന് പറയുമ്പോൾ ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറോവയും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു സമൂഹം. ഇപ്പോ സിറിയയിൽ അരങ്ങേറിയ ചരിത്ര സംഭവങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചരിത്രത്തിൽ എന്തായാലും അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. 50-ലേറെ വർഷങ്ങൾ സ്വേച്ഛാധിപതിയായി വാഴുന്ന ഒരു കുടുംബം, ഹാഫിസുൽ അസദും അയാളുടെ മകൻ ബഷാറുൽ അസദും ഒക്കെ. അസദ് കുടുംബം 50 വർഷത്തിലേറെയായിട്ട് സിറിയയെ അതിഭീകരമായ വിധത്തില് അടക്കി വാഴുകയായിരുന്നു. സ്വേച്ഛാധിപത്യത്തിന്റെ എല്ലാ പരിധിയും നിയന്ത്രണങ്ങളും ഒക്കെ വിട്ട് വലിയ ദ്രോഹം വിതച്ചുകൊണ്ടാണ് നിലകൊണ്ടിരുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിൽ അവസരം കിട്ടുമ്പോഴൊക്കെ പലരും ഇങ്ങനെ സ്വേച്ഛാധിപതികളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അവരൊക്കെയും തന്നെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിന് വൈമനസ്യം കാണിച്ച ആളുകളായിരുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ ഭരിക്കുന്ന ദൗത്യം നിർവഹിച്ച ആളുകളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യതനായിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ സേവന സന്നദ്ധനായിക്കൊണ്ടാണ് നിലകൊള്ളുക. ചരിത്രത്തിൽ ഏറ്റവും വിശിഷ്ടമായ വിധത്തിലുള്ള കഴിവുകളും സിദ്ധികളും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് സുലൈമാൻ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ദീർഘമായ ഒരു ഭരണ കാലഘട്ടം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചരിത്രത്തിൽ വേറെ വളരെ നിസ്തുലമായ ഒരു കാലഘട്ടമാണ്. വലിയ സാങ്കേതിക വിദ്യയിലൊക്കെ വലിയ മുന്നേറ്റം നേടാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം. അത് ഫലസ്തീൻ കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്ത് ഒരു വലിയ സാമൂഹ്യ ക്രമം, ഒരു രാഷ്ട്രീയ വ്യവസ്ഥ തന്നെ കൊണ്ടുവരുന്ന വിധത്തിൽ അത് വികാസം പ്രാപിച്ചു എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സമീപ ഭൂപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളെയും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന വിധത്തിൽ അവരൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് വിധേയത്വം കാണിച്ചുകൊണ്ട് നിലകൊള്ളാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥ പോലും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിന് ആ വിധത്തിലൊക്കെ വളർച്ച പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും തന്നെ ധിക്കാരപരമായ അക്രമപരമായ ഒരു രീതിയായിരുന്നില്ല. ഹഖിനെയും അദലിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം കാഴ്ചവെച്ചത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ പ്രശ്നം സ്വേച്ഛാധിപതികളും ധിക്കാരികളുമായിട്ടാണ് ജനങ്ങളുടെ അടിസ്ഥാന സ്വാതന്ത്ര്യം. ഹഖും ബാത്തിലും മുന്നിൽ കാണുമ്പോൾ അതില് ഹഖ് തെരഞ്ഞെടുക്കാനുള്ള ജന്മപരമായ ദൈവികമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം പോലും ഹനിച്ചുകൊണ്ടാണ് ഈജിപ്തിലെ സ്വേച്ഛാധിപതിയായ ഫറോവ ഭരണം നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആ ഫറോവയുടെ ആ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാനാണ് മൂസ അലൈഹി ഇസ്ലാമിന് ഇവിടെ നിർദ്ദേശം ലഭിക്കുന്നത്. ഖൗമ ഫിറഔന, ഫറോവയുടെ സമൂഹത്തിലേക്ക്. ഇപ്പോ ധിക്കാരികളും സ്വേച്ഛാധിപതികളും ഒക്കെയായ ആളുകൾ അടക്കി വാഴുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി വരുന്ന പ്രവാചകൻ അവിടെയുള്ള സാധാരണ ജനങ്ങളോട് അല്ലെങ്കിൽ ഏതെങ്കിലും വിദൂരമായ ഇടങ്ങളിലുള്ള ഒറ്റപ്പെട്ട ആളുകളോട് സംസാരിക്കുക എന്നതിനേക്കാൾ
പ്രാധാന്യപൂർവം നിർവഹിക്കപ്പെട്ടിരുന്ന കാര്യം എന്താണ് എന്നതും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഖൗമു ഫിറഔന്റെ അടുക്കലേക്ക് ഫറോവയുടെ കിരാത ഭരണത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിലകൊണ്ട ഈ സമൂഹം അവരും അക്രമികളായി മാറിയിരിക്കുകയാണ്. ഫറോവയെ മാത്രമല്ല ഇവിടെ അള്ളാഹു ലാലിം എന്ന് വിളിക്കുന്നത്. ലാലിമുകളുടെ ഒരു ഖൗമിന്റെ അടുക്കലേക്കാണ് മൂസ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞേക്കുന്നത്. ആ ഖൗം എന്ത് പിഴച്ചു എന്ന് ചോദിച്ചാൽ ഫറോവയെ പോലത്തെ ഒരു പിണ്ഡം താങ്ങി നിർത്തിയ അവര് എന്നതാണ് അവരുടെ കുറ്റം. അങ്ങേയറ്റത്തെ ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായ ഒരു ഭരണാധികാരി അധികാരം കൈയാളുന്ന അവസ്ഥയിൽ മർദ്ദിതരോടൊപ്പം ചൂഷണം ചെയ്യുന്നവർക്കെതിരില് ചൂഷിതരായ ആളുകളോടൊപ്പം നിലകൊള്ളുക എന്നതിന് പകരം ഭരണവർഗത്തിന്റെ നക്കാപ്പീച്ച വാങ്ങുന്നതിനു വേണ്ടി ഭരണവർഗത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ റാൻമൂളികളായി കഴിയുന്ന ഒരു സമൂഹം അവിടെ നിലനിന്നിരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. ആ സമൂഹത്തിന്റെ അടുക്കലേക്ക് ലാലിമുകളായ ഖൗമിന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോ ഫറോവയെ പിന്തുണച്ച ആളുകളിൽ ഫറോവയിൽ നിന്ന് വളരെയൊന്നും വ്യത്യസ്തരായിട്ടല്ല അള്ളാഹുവിടെ പരിചയപ്പെടുത്തുന്നത്. അനീത്തിൽ ഖൗമൽ ലാലിമീൻ, അക്രമകാരികളായ ധിക്കാരികളായ അധർമ്മികളായ ആ ജനതയുടെ അടുക്കിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് നിർദ്ദേശം. ഏതാണ് ആ ജനത? ഖൗമ ഫിറഔൻ, ഫിറൗന്റെ സമൂഹം. ഫിറൗനും അയാളെ പിന്തുണച്ചുകൊണ്ട് അയാളുടെ അധികാര സംവിധാനങ്ങളെ താങ്ങി നിർത്തിയ അവിടുത്തെ പ്രഭൃതികളായ വരേണ്യവർഗം, അവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് നിർദ്ദേശം. എന്നിട്ട് അവരോട് എന്താണ് പറയാനുള്ളത്? ഒറ്റ വാക്കില് അള്ളാഹു ഒരു പരിമിതപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അലായത്തഖൂൻ, ഇതാണ് അവരോട് പറയാനുള്ളത്. അലായത്തഖൂൻ, അവരെന്തേ തഖ്വയുള്ളവരായി മാറാൻ ഉദ്ദേശിക്കുന്നില്ലേ? അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് അവനോടുള്ള ഭക്തി ബഹുമാനങ്ങള് കാണിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാവാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്നതാണ് അവരോട് ഒരൊറ്റ ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്. കൂടുതലൊന്നും അവരുമായിട്ട് സമയം കളയാനില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു കാര്യം അവരോട് ചോദിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യണം. നിങ്ങൾ മുത്തഖികളായിട്ടാണ് മാറേണ്ടത്. അതിന് നിങ്ങൾ ഒരുക്കമുണ്ടോ? അതിന് നിങ്ങൾ തയ്യാറില്ലേ എന്ന ചോദ്യമാണ് മൂസ അലൈഹി ഇസ്ലാം ഈ ലാലിമുകളോടായിട്ട് ചോദിക്കാനിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ചത്. ഖൗമ ഫിറഔന അലാ യത്തഖൂൻ, അലാ യത്തഖൂൻ, ഇതൊരു റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാസീവ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അലാ യത്തഖൂൻ, നിങ്ങൾ എന്നല്ല അവർ എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു ഇവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഖൗമു ഫിറഔന്റെ അടുക്കിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ടുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കേണ്ടിയിരുന്നത് അലാ തത്തഖൂൻ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി നിലകൊള്ളാൻ ഒരുക്കമല്ലേ എന്നതാണ് അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്ന കാര്യം. അപ്പോ ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, അപ്പൊ കൂട്ടരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കാണിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ട് അവന്റെ ശാസനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലേ എന്ന കാര്യം അവരോട് ചോദിക്കാൻ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്ത് ദൗത്യമേൽപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോടായിട്ട് പറയുന്ന കാര്യം ഇതാണ്. ഖാല, മൂസ അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു, റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, എന്റെ നാഥ, അവരെന്നെ കളവാക്കി തള്ളിക്കളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഞാനിപ്പോ അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അവരെന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല. അവരെന്നെ കളവാക്കി നിഷേധിച്ച് തള്ളിക്കളയും എന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ എന്താണ് സംഭവിക്കാൻ പോണതെന്നുള്ളത്
അവരെ അറിയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് എന്ന നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, എന്റെ നാഥ അവരെന്നെ കളവാക്കി കളയും, നിഷേധിച്ചു തള്ളും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. മാത്രമല്ല വയളീഖ് സ്വദരി, എന്റെ നെഞ്ചിന് വല്ലാത്ത ഇടുക്കം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ ദൗത്യം ഞാനാണ് വഹിക്കേണ്ടത് എന്ന് അറിയിക്കപ്പെട്ടതോടെ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പുണ്ടാവുകയാണ്, നെഞ്ചിന് ഭയങ്കര ഇടുക്കം അനുഭവപ്പെടുകയാണ്. വയളീഖ് സ്വദരി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു നിലക്കും കംഫർട്ടബിൾ ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. എനിക്കത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുകയാണ്, ഞെരുക്കം ഉണ്ടാക്കുകയാണ്. എന്റെ ഹൃദയത്തിനോ നെഞ്ചിനോ താങ്ങാൻ കഴിയുന്ന ഒരു ഭാരമല്ല അത്. വല യന്തലിഖു ലിസാനി, എന്റെ നാക്ക് ഉടക്കി പോവുകയും ചെയ്യാണ്. എന്റെ സംസാരിക്കാൻ വേണ്ടി എന്റെ നാവ് ചലിക്കുന്നില്ലാണ്ടായി പോവുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. ഒന്ന്, രണ്ടോ മൂന്നോ കാര്യങ്ങൾ. ഒന്ന്, അവരെന്നെ കളവാക്കി കളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. രണ്ടാമത്തെ, എനിക്ക് വല്ലാത്ത നെഞ്ചിടുക്കം അനുഭവപ്പെടുന്നു. മൂന്നാമത്തത്, എന്റെ നാവ് ചലിക്കാൻ കൂട്ടാക്കാതെ ആയി പോകുന്നു. സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എന്റെ നാവ് മാറുകയാണ്. എനിക്ക് പറ്റൂല റബ്ബെ അവരുടെ അടുക്കൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അതിനുള്ള ഒരു മാനസികമായ ധൈര്യമോ അല്ലെങ്കിൽ മനസ്സിന്റെ സ്വാസ്ഥ്യമോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പ് ഉണ്ടാവുകയാണ്. എന്റെ നെഞ്ച് വല്ലാതെ ഇടുങ്ങിയതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ എന്റെ നാവ് ചലിക്കാണ്ടായ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വല യന്തലിഖു ലിസാനി, എന്റെ നാവിനൊരു കുരുക്ക് വീണ പോലെ, അത് സ്വതന്ത്രമായിട്ട് നീങ്ങാൻ കൂട്ടാക്കുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നാക്ക് ചലിപ്പിച്ച് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്റെ നാക്കിനൊരു കുരുക്ക് വീണ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഫാർസിൽ ഇലാ ഹാറൂൻ, അതുകൊണ്ട് ഹാറൂന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ പ്രവാചകനായിക്കൊണ്ട് ഹാറൂനെ പറഞ്ഞയച്ചാലും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. ഫാർസിൽ ഇലാ ഹാറൂൻ, ഈ ദൗത്യം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവെ നിന്റെ മലക്കുകളെ ഹാറൂന്റെ അടുക്കലേക്ക് നീ പറഞ്ഞയച്ചാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. എനിക്ക് ഭയങ്കര നെഞ്ഞിടുക്കം അനുഭവപ്പെടുകയാണ്. സംസാരിക്കാനാണെങ്കിൽ നാവ് സ്വതന്ത്രമായി ചലിക്കുന്നില്ല. അവരെന്നെ കളവാക്കും എന്ന കാര്യം തീർച്ചയാണ്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവരുടെ അടുക്കലേക്ക് പോകാൻ കഴിയില്ല. ഈ കാര്യം ചെയ്യാൻ വേണ്ടി അള്ളാഹുവെ നീ ഹാറൂന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചാൽ, ഹാറൂൻ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാറൂന്റെ കാര്യത്തില് എന്നെക്കാളും ക്ലീൻ ആയ ഒരു ഇമേജ് ഉള്ള ആളാണ്. സംസാരിക്കാൻ യാതൊരു തടസ്സമില്ല, നാക്കിനൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നെഞ്ചിടിപ്പോ നെഞ്ചിന് ഇടുക്കമോ ഒന്നും അനുഭവപ്പെടുന്നുണ്ടാവില്ല. അദ്ദേഹത്തിനാണിത് കൂടുതൽ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുക. മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം. ഹാറൂൻ അലൈഹി ഇസ്ലാമാണ് ഇതിന് കൂടുതൽ യോഗ്യനായിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടി ഏൽപ്പിക്കണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തിൽ പറയുന്നത്. മാത്രവുമല്ല, ഞാൻ അത് നിർവഹിക്കുന്ന ആളാവാതിരിക്കാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. വലഹും അലയ്യ ദമ്പുൻ, അവർക്ക് എനിക്കെതിരിൽ ഒരു കുറ്റാരോപണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെതിരിൽ ഒരു ചാർജ് ഷീറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ. ഞാനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന വിധത്തിൽ, അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവനാണ് എന്ന വിധത്തിൽ എനിക്കെതിരിൽ ഒരു കുറ്റപത്രം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. വലഹും അലയ്യ ദമ്പുൻ, അവരുടെ കയ്യിൽ എനിക്കെതിരായിട്ട് ഒരു കുറ്റപത്രമുണ്ട്. ദൻബ് എന്ന് പറഞ്ഞ കുറ്റം, ഒരു പാപം, ഒരു തെറ്റ് ചെയ്തതിന്റെ
ആ ഒരു സംഗതി. അങ്ങനെ ഒരു സംഭവം എനിക്ക് എതിരിൽ ഉന്നയിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യം പറയാൻ വേണ്ടി അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ, നീ പണ്ട് ഇവിടെ ഒരു കൊലപാതകം നടത്തിയിട്ട് നാട് വിട്ടു പോയവനല്ലേ എന്ന വിധത്തിൽ അവരെന്നെ ആക്ഷേപിക്കാനും എന്നെ പിടികൂടി ശിക്ഷയ്ക്ക് വിധേയമാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെക്കാൾ അതിന് യോഗ്യനായിട്ടുള്ള ഹാറൂനെ ഈ ദൗത്യം ഏൽപ്പിക്കണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. അപ്പൊ അവരെന്നെ കൊന്നുകളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഞാൻ നേരത്തെ ഒരു കൊലപാതകം നടത്തിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അവർക്കറിയാം. അവര് എനിക്കെതിരിലുള്ള ഒരു ചാർജ് ഷീറ്റ് ആയിട്ട്, ഒരു കുറ്റപത്രമായിട്ട് അവരുടെ കയ്യിൽ അതുള്ളതാണ്. 10 കൊല്ലം മുമ്പാണ്, എന്നാൽ പോലും അതാരും മറന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന പാടെ തന്നെ അവരെന്നെ പിടികൂടി വധിച്ചു കളയാനാണ് സാധ്യത. അതുകൊണ്ട് ഈ ചുമതല ഹാറൂനെ ഏൽപ്പിക്കണം എന്നാണ് അള്ളാഹുവിനോട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അള്ളാഹു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: കല്ല, ഇങ്ങനെയല്ല, നീ കരുതിയ പോലെയല്ല കാര്യങ്ങള്. അള്ളാഹു ഇതൊന്നും അറിയാതെ നിന്നെ ഏൽപ്പിക്കുന്നതുമല്ല. നിനക്ക് സംസാരത്തിന് പ്രശ്നമുണ്ട്, നെഞ്ചിന് ഇടുക്കം അനുഭവപ്പെടുന്നു, അതുപോലെ നീ ഒരു കുറ്റവാളിയായിരുന്നു എന്നതൊന്നും അറിയാതെയല്ല നിന്നെ ഈ പണി ഏൽപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. കല്ല, അങ്ങനെയല്ല, മറിച്ചാണ് അള്ളാഹു മുമ്പൊരിടത്ത് നമ്മൾ വായിച്ചതാണ്. വസ്തനാഴ്ത്തുക ലി അംരി എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു അവിടെ പറയുന്നത്, നിന്നെ നാം നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവന്നതാണ് എന്ന്. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തയ്യാറാക്കുകയായിരുന്നു. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ട് രംഗത്ത് വരാൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് ബനൂ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ, അള്ളാഹുവിന്റെ വിശാലത്ത് ഫറോവയെ കേൾപ്പിക്കാനൊക്കെ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവന്ന ആളാണ് മൂസ അലൈഹി സ്വലാം. 10 വർഷത്തെ പ്രവാസം ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കല് മൂസ അലൈഹി ഇസ്ലാം നിർവഹിച്ചു എന്നത് അദ്ദേഹത്തിനുള്ള ഒരു പരിശീലനമായിരിക്കും. ആ 10 വർഷക്കാലം അദ്ദേഹം ഇടയനായിട്ടാണ് അവരുടെ ആട്ടിൻപറ്റങ്ങളെയൊക്കെ പരിപാലിച്ചുകൊണ്ടൊക്കെ ജീവിക്കുകയുണ്ടായി എന്നതും അദ്ദേഹത്തിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായിരിക്കും. ഒരു കുറ്റകൃത്യം ചെയ്തു പോയി, ഉദ്ദേശപൂർവം അല്ലെങ്കിലും ഒരു കൊലപാതകം നടത്തിയ ആളായി മാറി എന്നതും, അതിന്റെ പേരിൽ വളരെ ആഴത്തിൽ തന്നെ മനസ്താപം കാണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി എന്നതും ഒക്കെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ മാനസികമായി വലിയ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി അള്ളാഹു സജ്ജമാക്കി കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്നും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു കുറ്റവും കുറവും ഇല്ലാത്ത വളരെ നല്ല കുട്ടിയായി ജീവിച്ച ഒരാളായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നതെങ്കിൽ, ഇത്രയും വലിയ ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഒരാളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാനും ധൈര്യപൂർവ്വം ചില കാര്യങ്ങൾ പറയാനൊന്നും ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരില്ല. അത് വലിയ ധൈര്യവും തന്റെ ഇടവും ഒക്കെ ആവശ്യമായ ഒരു കാര്യമാണ്. അങ്ങേയറ്റത്തെ പശ്ചാത്താപത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു ആർജവം വേണം ഒരു പക്ഷെ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്ന നിലക്ക് കൂടി നമുക്ക് അതിനെ കാണാവുന്നതാണ്. വലഹും അലയ്യ ദംബും ഫഅഖാഫു അൻ യഖ്തുലൂൻ ഖാല, അള്ളാഹു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ കല്ല, അങ്ങനെയല്ല, നീ ആശങ്കിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ ഹാറൂൻ അലൈഹിസ്സലാമിനെ ചുമതലപ്പെടുത്താനുള്ളതല്ല ഇക്കാര്യം. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ്. നീ ആശങ്കിക്കുന്ന വിധത്തിലൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തത്, നിന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. നീ വിചാരിച്ച പോലെയല്ല. കല്ല ഫദ്ഹബാ ബി ആയാതിന,
നിങ്ങൾ ഇരുവരും പോ, നിങ്ങൾ ഇരുവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് അങ്ങോട്ട് പോ, അങ്ങോട്ട് കടന്നു ചെല്ല്. ഫദ്ഹബ ബി ആയാത്തിന, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇന്നാ മഅക്കും മുസ്തമിഊൻ, നിങ്ങൾ ഇരുവരും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. നിശ്ചയമായിട്ടും നിങ്ങളോടൊപ്പം ഓരോ അവിടുത്തെ ചുണ്ടനക്കങ്ങൾ പോലും കേൾക്കുന്നവനായിട്ട് നാം ഉണ്ട്. അവിടെ ഒരു സംഗതിയും, ഒരു ഇല പോലും തറയിൽ വീഴില്ല നാം അറിയാതെ. അതുകൊണ്ട് എല്ലാം കേൾക്കുന്നവനായിട്ട് നാം ഉണ്ട് എന്ന ബോധത്തോടു കൂടി നിങ്ങൾ ഇരുവരും അങ്ങോട്ട് ചെല്ലുക. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ട പ്രകാരം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ മുഖ്യമായ ചുമതല ഏൽപ്പിക്കുകയല്ല അള്ളാഹു ചെയ്യുന്നത്, മറിച്ച് ഒരു ധൈര്യത്തിനു വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു സഹായിയായിട്ട്, ഒരു കൂട്ടാളിയായിട്ട് കൂടെ ചെല്ലാൻ ചുമതല ഹാറൂൻ അലൈഹി ഇസ്ലാമിനും കൂടി ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഇരുവരും മാത്രമല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട, നാം കേൾക്കുന്നുണ്ട്. ഇന്നാ മഅക്കും മുസ്തമിഊൻ, അവിടെ ഉണ്ടാകുന്ന ഓരോ അനക്കവും നാം അറിയും. നിശ്ചയമായിട്ടും ഇന്നാ മഅക്കും, നാം നിങ്ങളോടൊപ്പം ഉണ്ട്. മുസ്തമിഊൻ, എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നവനായിക്കൊണ്ട്. ഇങ്ങനെയാണ് അള്ളാഹുവിടെ പറയുന്നത് മൂസ അലൈഹി ഇസ്ലാം. നിങ്ങൾ ഇരുവരും, മൂസ അലൈഹി ഇസ്ലാം മതിയാവുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, എന്റെ കൂടെ ഹാറൂനും വരും. വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തും അത് പരാമർശിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇവിടെ പറയുന്നത് മൂസ അലൈഹി ഇസ്ലാം ആദ്യം പറഞ്ഞ, തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നീട് മൂസ അലൈഹി ഇസ്ലാം വേറെ സൂറത്തുകളില്, സൂറത്തുൽ ഖസസിലും ത്വാഹയിലും ഒക്കെ ഹാറൂനെ എനിക്ക് സഹായിയായിട്ട്, ഒരു വസീറായിട്ട് നിശ്ചയിച്ചു തരണേ എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ ദൗത്യം തന്നെ മുഖ്യമായിട്ടും ഹാറൂനെ ഏൽപ്പിക്കണം, ഞാൻ അതിന് പറ്റിയ ഒരാളല്ല, അതുകൊണ്ട് ഹാറൂനെ ഏൽപ്പിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അള്ളാഹ് അതിലിടപെട്ട് സംസാരിക്കുകയാണ്. അങ്ങനെയല്ല, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹാറൂനല്ല നാം ഉദ്ദേശിച്ചത്. മൂസേ, നീ കരുതുന്ന പോലെയല്ല, നിന്നെ തന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നീ തന്നെയാണ് യോഗ്യൻ, നീ തന്നെയാണ് അത് നിർവഹിക്കേണ്ടത്. ഇതൊക്കെ ആ ആശയങ്ങളൊക്കെ അതിലടങ്ങിയതായി കാണാം. അതുകൊണ്ട് അള്ളാഹു ഇതിനകം വേറെ എടുത്ത് പറഞ്ഞ പോലെ ഹാറൂനെ മൂസ അലൈഹി ഇസ്ലാമിന് സഹായിയായിട്ട് നിശ്ചയിച്ച കാര്യമൊക്കെ വേറെ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഫദ്ഹബ, നിങ്ങൾ ഇരുവരും പോകണം, ഈ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഒക്കെ ആയിട്ട്. പിന്നെ മഴക്കും മുസ്തമിഊൻ, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നിങ്ങളോടൊപ്പം എല്ലാം കേൾക്കുന്നവനായിട്ട് നാമും ഉണ്ട് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞ് ധൈര്യം പകരുന്നത്. ഫഅ്തിയ ഫിർഔന, അതുകൊണ്ട് നിങ്ങൾ ഇരുവരും ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഫഖൂല, എന്നിട്ട് ഇരുവരും അവിടെ ഫറോവയോടായിട്ട് പറയണം. എന്താ പറയേണ്ടത്? ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ ദൂതനാണ് ഞങ്ങളെന്ന് നിങ്ങൾ അവിടെ ഇരുവരും പോയിട്ട് പറയണം. ഇവിടെ വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു ഒരു പ്രയോഗം കാണാം. മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹായിയായിട്ടാണ് ദൗത്യ നിർവഹണത്തിന് അദ്ദേഹത്തോടൊപ്പം പിൻബലമായി നിലകൊള്ളാനാണ് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരിരുവരുമാണ് ഫറോവയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലേണ്ടത്. എന്നിട്ട് പറയേണ്ട കാര്യം എന്താ? ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ റസൂലാണ് ഞങ്ങൾ എന്നാണ് പറയേണ്ടത്. ഇവിടെ റസൂൽ എന്ന ഏകവചനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് പലയിടങ്ങളിലും നമുക്ക് ഉപയോഗിച്ചതായിട്ട് ഫദ്ഹബ, നിങ്ങൾ ഇരുവരും പോകണം, ഫഅ്തിയ, നിങ്ങൾ ഇരുവരും ചെല്ലണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഫഅ്തിയ ഫിർഔന ഫഖൂല, നിങ്ങൾ ഇരുവരും പറയണം. അവിടൊക്കെ പ്രത്യേകമായിട്ട് ഇരുവരും എന്ന സൂചനയുണ്ട്, ദ്വിവചനത്തിന്റെ സൂചന. എന്നാൽ ഇവിടെ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, റസൂൽ എന്നുള്ളത് ഏകവചനാണ്. അതിന്റെ ബഹുവചനമോ ദ്വിവചനമോ അല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
നിങ്ങൾ ഇരുവരുമായിട്ട് അവിടെ ചെന്നിട്ട് പറയേണ്ടത് ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ ദൂതനാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ പറയണം. റബ്ബുൽ ആലമീന്റെ ദൂതന്മാരാണ് എന്നല്ല, റബ്ബുൽ ആലമീന്റെ ദൂതനാണ് എന്നുള്ള പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഇരുവരും ചേർന്ന് നിർവഹിക്കപ്പെടാൻ പോകുന്നത് ഒരു ദൂതൻ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്നതായിരിക്കണം അതിന്റെ ഒരു സൂചന. ഭാഷാപരമായിട്ട് ഇങ്ങനെ ഒരു സാധ്യത പിൽക്കാലത്ത് അറബി ഭാഷയിൽ നിലവിൽ വന്നു എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ സ്വാഭാവികത ബഹുവചനം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഏകവചനമാണ് ഉദ്ദേശപൂർവം ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനാൽ അറബി വ്യാകരണത്തിൽ തന്നെ അത് ഒരു സാധ്യത തുറന്നു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ലെജിറ്റിമേറ്റ് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന വിധത്തിൽ ഫഖൂല ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. ഇവിടെ യഥാർത്ഥത്തിലുള്ള ചുമതല ഒരൊറ്റ പ്രവാചകന്റേതാണ്, മൂസ അലൈഹി ഇസ്ലാമിൻ്റെതാണ്. അദ്ദേഹത്തിന് ധൈര്യം പകരാനും കൂടെ നിൽക്കാൻ ഒരാള് എന്നുള്ള നിലക്കാണ് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയക്കുന്നത്. ആ ഒരു കാരണത്താൽ ആയിരിക്കണം അത് ഈ ഏകവചനമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു അനുമാനമാണ്. അപ്പോ നർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കുകയും വേണം. ഇതാണ് ഫറോവയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത്. ഞങ്ങള് ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിയുക്തരായിട്ടുള്ള പ്രവാചകനാണ്. എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇതാണ്. അർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കണം എന്ന് നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് നിന്നോട് പറയാൻ വേണ്ടി എന്നൊന്നും അവിടെ ഇല്ല. അത് നമുക്ക് അതിനോട് ചേർത്ത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ദൗത്യം ഇതാണ്, ബനു ഇസ്രായേൽ സമൂഹത്തെ നിന്റെ അടുക്കൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകണം. നൂറ്റാണ്ടുകളായിട്ട് ഈജിപ്തിലെ ഭരണാധികാരികളുടെ കിരാതമായ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമരുകയാണ് ബനു ഇസ്രായേൽ സമൂഹം. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വലിയ ആദരവ് പിടിച്ചു പറ്റുന്നവരായിക്കൊണ്ട് ഈജിപ്തിലെത്തിയ ആ സമൂഹം പിൽക്കാലത്ത് എല്ലാവിധത്തിലുള്ള അവഗണനക്കും വിധേയമായി, അപരവൽക്കരണത്തിന് വിധേയമായി, മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമായി അവിടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. നിങ്ങളുടെ അക്രമമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബനു ഇസ്രായേൽ ഒരുപാട് കാലമായിട്ട് ഒരു സഹന ജീവിതം ആണ് അനുഷ്ഠിച്ചു വരുന്നത്. അവരെ നിന്നിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ നീ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിടണം. ഞങ്ങളോടൊപ്പം അവരെ സ്വതന്ത്രരാക്കിയിട്ട് അവിടുന്ന് പോകാൻ സമ്മതിക്കണം. ഒരുപാട് കാലമായി നിങ്ങൾ അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് തുടർന്നുകൂടാ. അവരെ സ്വതന്ത്രരാക്കി ഞങ്ങളോടൊപ്പം പോകാൻ അനുവദിക്കണം എന്നത് നിന്നോട് അറിയിക്കാൻ വേണ്ടി കൂടിയാണ്, നിന്നോട് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം സൂചിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ഫറോവയെയും ധിക്കാരികളായ അദ്ദേഹത്തിന്റെ ജനതയെയും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടി അലാ യത്തഖൂൻ എന്നിവിടെ സൂചിപ്പിച്ചല്ലോ, ആ ഒരു കാര്യം നിർവഹിക്കാനാണ്. അവരെ തഖ്വയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഫറോവയും കൂട്ടരും അവർക്കൊരു അവസരം നൽകുകയാണ്. അവരെ തഖ്വയുടെ മാർഗത്തിലേക്ക് വരാൻ വേണ്ടി അവരെ ക്ഷണിക്കുക, അവരെ പ്രബോധനം ചെയ്യുക. രണ്ടാമത്തത്, ആദ്യത്തേത് നടക്കുന്നില്ലെങ്കിൽ രണ്ടായാലും നടക്കേണ്ട അനിവാര്യമായ കാര്യം, രണ്ടാമത്തേത് അവരെ ബനു ഇസ്രായേൽ സമൂഹത്തെ സ്വതന്ത്രരാക്കിക്കൊണ്ട് കൊണ്ടുപോവുക എന്നതാണ്. ബനു ഇസ്രായേൽ സമൂഹത്തെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുക. ഫറോവയുടെയും കൂട്ടരുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ധിക്കാര ഭരണത്തിന്റെയും ഇരകളായിക്കൊണ്ട്
അവിടെ തുടർന്നും കഴിയാനല്ല, അവരെ വിമോചിപ്പിച്ചു കൊണ്ടുപോവുക എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിന് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കാര്യം. അലാ യത്തഖൂൻ എന്ന് പറയുക എന്നതാണ് ഒന്നാമത്തത്. അവരെന്തേ തഖ്വയുടെ മാർഗത്തിലേക്ക് വരുന്നില്ലേ? ഇനിയും അവർക്ക് തഖ്വയുടെ മാർഗത്തിലേക്ക് വരാനായിട്ടില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുക. അതൊരു ചോദ്യമാണ്. കുറച്ച് സമയമൊക്കെ അതിനു വേണ്ടി മാറ്റി നിർത്തപ്പെടും. എന്നാൽ രണ്ടാമത്തത് ഫുൾഫിൽ ചെയ്യാനുള്ളതാണ്, പൂർത്തീകരിക്കാനുള്ളതാണ്. അത് അർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ നമ്മോടൊപ്പം അയക്കണം എന്നതാണ് ഫറോവയോട് നേരിട്ട് ചെന്ന ആർജവത്തോടു കൂടി ചങ്കിടിപ്പില്ലാതെ പറയേണ്ടിയിരിക്കുന്ന കാര്യം. ഇത് പറയാൻ മുട്ടുവിറക്കാതെ ഇത് പറയാൻ മൂസ അലൈഹി ഇസ്ലാമിന് സാധിക്കണം. നമ്മുടെ നാട്ടിലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൻ്റെതിനോട് വളരെ കൂടുതലായിട്ട് സാമ്യതയുള്ള ഒരു സാഹചര്യമാണ് എന്ന് കാണാൻ കഴിയും. ആ നിലക്ക് ഇവിടുത്തെ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അലാ യത്തഖൂൻ എന്ന സന്ദേശം കേൾപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവരും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ്. അതിനെക്കുറിച്ച് ഒരു ഉണർത്തൽ അവർക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് ഈ ചരിത്ര സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.